മാത്രം ഒരു ട്രേഡ് എടുത്തുള്ളൂ. വളരെ കൃത്യം ട്രേഡ് പറഞ്ഞാൽ വളരെ ക്ലിയർ ട്രേഡായിരുന്നു. നമ്മൾ വേറൊരു ഇൻഡെക്സ് നമ്മൾ ട്രേഡ് എടുത്തില്ല. ജസ്റ്റ് മിഡ് ക്യാപ്പിൽ ജസ്റ്റ് വെറും 2 ലോട്ട് എടുത്തുള്ളൂ. നമ്മൾ കൂടുതൽ ലോട്ട് ആഡ് ചെയ്യാനുള്ള നമുക്കൊരു അവസരം കിട്ടിയില്ല. നമ്മളെപ്പോഴും ആവറേജ് എൻട്രി എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് വെറും 2 ലോട്ട്സ് നമുക്ക് ഏറെക്കുറെ ക്യാപിറ്റൽ ഡബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഒരു 3000 ഏറെക്കുറെ 2 ലോട്ട്സായിട്ട് യൂസ് ചെയ്തുള്ളൂ. അത് നമുക്കൊരു 100% റിട്ടേൺസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചെറിയ റിട്ടേൺസാണ്, വളരെ ചെറിയ റിട്ടേൺസാണ്. ഒരു 3K മാത്രം റിട്ടേൺസ് ഉണ്ടായിട്ടുള്ളൂ. വളരെ കൃത്യം ട്രേഡായിരുന്നു, നല്ല ട്രേഡ് തന്നെയായിരുന്നു. മിഡ് ക്യാപ്പിൽ മാത്രം എടുത്തിട്ടും വളരെ ക്ലിയർ പ്ലാനായിരുന്നു, ക്ലിയർ ട്രേഡുമായിരുന്നു. നമുക്കൊരു ആവറേജ് ചെയ്യാനുള്ളൊരു അവസരമൊന്നും കിട്ടിയില്ല. നമ്മൾ എടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ലോയിൽ തന്നെയായിരുന്നു എടുത്തത്. എക്സിറ്റും ഒരു നല്ലൊരു പൊസിഷൻ തന്നെയായിരുന്നു. നമ്മൾ എൻട്രി ഏറെക്കുറെ നമ്മളൊരു 9:55 എക്സിറ്റ് ഒരു 10:42 നമ്മൾ എൻട്രിയും എക്സിറ്റിങ്ങിന് എടുക്കാനുള്ള കാരണം കൃത്യമായിട്ട് എക്സിറ്റ് അടിക്കാനുള്ളത് പറഞ്ഞുതരാം. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. എൻട്രി കൃത്യമായിട്ട് ഈ ഒരു പൊസിഷനാണ് എടുത്തത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിന് എൻട്രി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് റീട്രേസ്മെൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനാണ്. കാരണം ഇവിടെ ഒരു ലെവലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്ത് കയറും. അവിടെ പിന്നെ ആ ഒരു ലെവലിൽ തന്നെ CPR റേഞ്ചും അവിടെ തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് അവിടെ ടച്ച് ചെയ്ത് മേലോട്ട് ബുള്ളിഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നറിയാം. അപ്പോൾ ആ ഒരു വ്യൂവിന് പുറത്തെടുത്താണ് വളരെ ക്ലിയർ പൊസിഷനായിരുന്നു എക്സിറ്റ് അടിച്ചത്. ഈ ഒരു പൊസിഷനും കൂടിയാണ് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പൊസിഷന് എക്സിറ്റ് അടിച്ചു. ജസ്റ്റ് ഈ ക്യാൻഡിൽ പോയപ്പോൾ കുറച്ചുകൂടെ നല്ല പ്രോഫിറ്റ് വന്നതാണ്. ഈ ഒരു ബിഗ് ക്യാൻഡിൽ പോയപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് വന്നതാണ്. ഞാൻ റേഞ്ചൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. അത് ഈ ഒരു റേഞ്ച് ഞാൻ ക്ലോസ് ചെയ്ത് മേലോട്ട് പോകുമെന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്തു, ബട്ട് ക്ലോസ് ചെയ്തില്ല. അവിടുന്ന് റിജക്ഷൻ വന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് മാറുകയാണ് ചെയ്തത്. റിജക്ഷൻ വന്നു. ജസ്റ്റ് ക്യാൻഡിൽ ക്ലോസിങ് കഴിഞ്ഞ് ഈ ഒരു റെഡ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് അടിച്ചത്. ജസ്റ്റ് അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എക്സിറ്റ് അടിച്ച് മാറിയത്. നല്ല പൊസിഷൻ പറഞ്ഞാൽ വളരെ നല്ല പൊസിഷനായിരുന്നു, ക്ലിയർ പ്ലാനായിരുന്നു. ജസ്റ്റ് നമുക്ക് താഴോട്ട് വന്നിരുന്നെങ്കിൽ ഒന്ന് ആവറേജ് ചെയ്യാമായിരുന്നു, ബട്ട് താഴോട്ട് വന്നില്ല. നല്ല രീതിക്ക് എൻ്റെ പ്ലാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പോയി. പിന്നെ ഇന്ന് ബാങ്ക് സെൻസെക്സ് ഒക്കെ എക്സ്പയറി ആയിരുന്നു, ബട്ട് വേറെ ഏതൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മാർക്കറ്റ് അവോയ്ഡ് ചെയ്തു. മാക്സിമം നോക്കി എൻട്രി എടുക്കണം വേണമെന്ന് വെയിറ്റ് ചെയ്തു. ബട്ട് എനിക്ക് എൻട്രി എടുക്കാനുള്ളൊരു പൊസിഷൻ കിട്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്ത് മാറുക ചെയ്ത ട്രേഡിൽ നിന്ന്. എന്തായാലും നമ്മൾ മിഡ് ക്യാപ്പിൽ നിന്ന് നല്ലൊരു എൻട്രി ആയിരുന്നു. ക്ലിയർ പ്ലാനോടെ വളരെ ക്ലിയർ പൊസിഷന് എൻട്രി ആൻഡ് എക്സിറ്റ് ക്ലിയർ പൊസിഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തുള്ളൂ, ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയില്ല. നമ്മളെപ്പോഴും ഇപ്പോൾ അതായത് കുറച്ച് ലോട്ട്സ് എടുത്തെടുത്ത് ആവറേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇന്നും അതുപോലെ തന്നെ ചെയ്തു. ഏറെക്കുറെ നമുക്ക് പക്ഷേ ക്യാപിറ്റൽ ലെവലായി. നമ്മൾ ക്യാപിറ്റൽ ലെവൽ പറഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ക്യാപിറ്റൽ ഡബിൾ ആക്കിയിട്ടുണ്ട്. ബട്ട് കാര്യമില്ല, ചെറിയ ക്യാപിറ്റലാണ്. നമ്മൾ 23 വാങ്ങിയിട്ട് ഏറെക്കുറെ 47-48 അടുത്ത് നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു പൊസിഷൻ ഏറെക്കുറെ നമുക്ക് 100% മേലോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് പ്രോഫിറ്റ്. ബട്ട് ചെറിയ പ്രോഫിറ്റാണ്. നമ്മൾ യൂസ്ഡ് ക്യാപിറ്റൽ വളരെ ചെറുതായിരുന്നു. ഫുൾ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കാണാൻ പറ്റിയതിനെ. നമ്മളിപ്പോൾ എപ്പോഴും ആവറേജ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കിട്ടാത്തതാണ്. കുറച്ചുകൂടെ താഴോട്ട് വന്നിരുന്നെങ്കിൽ നമ്മളൊന്ന് ആവറേജ് ചെയ്തേനെ, പിവറ്റ് വരെയൊക്കെ വന്നിരുന്നെങ്കിൽ. ബട്ട് പിവറ്റ് വരെ ഒന്നും വന്നില്ല. നല്ല രീതിക്ക് തന്നെ മേലോട്ട് പോയി. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ നമുക്ക് പ്രോഫിറ്റ് തന്നെ കാണിച്ച്, പിന്നെ നമുക്ക് ലോത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് പോലുമില്ല. ക്ലിയർ ആയിട്ട് പ്രോഫിറ്റ് തന്നെയായിരുന്നു. എനി ടൈം സിമ്പിളായിട്ട് തന്നെ നല്ല രീതിക്ക് പ്രോഫിറ്റായി. ആ ട്രേഡ് വളരെ ക്ലിയർ പൊസിഷൻ, ക്ലിയർ എക്സിറ്റ്, ക്ലിയർ എൻട്രി, കൃത്യമായിട്ട് പ്ലാനോടെ തന്നെയായിരുന്നു എല്ലാം. ഇനി നമുക്ക് എന്തായാലും ഇന്നത്തെ ട്രേഡ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ മൺഡേ മാർക്കറ്റില്ല, നാളെ സാറ്റർഡേ സ്പെഷ്യൽ ഇതുണ്ട്. ട്രേഡ് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി എന്തായാലും നമുക്ക് ചൊവ്വാഴ്ച ഫിൻനിഫ്റ്റി എക്സ്പയർ ആണ്. നമുക്ക് ഫിൻനിഫ്റ്റിയിൽ കുറച്ചുകൂടെ നല്ല ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. നല്ല ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. എന്തായാലും ഓക്കെ, ബൈ.